അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയാലോ. ബിരിയാണി, ഗീ റൈസ് ഇവയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അച്ചാർ, ഉണക്കമുന്തിരി അച്ചാർ. അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഉണക്കമുന്തിരി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. പുളിയിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്ത് വെക്കുക. 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ അച്ചാറിന് വേണ്ട വെള്ളമാണിത്. അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. മുന്തിരി വറുത്തെടുക്കാനാണ്. അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് വലിയ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മുന്തിരി മതിയെങ്കിൽ അതെടുക്കാം. ഈ മുന്തിരി ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇവിടെ ഞാൻ 1 കപ്പ് മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുന്തിരി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. മുന്തിരി ഇവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ മുന്തിരിയും ഇങ്ങനെ വീർത്ത് വരണം, ഇതേപോലെ. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ മുന്തിരി എല്ലാം പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. മുന്തിരി വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് 2 ഉണക്കമുളക് നടുമുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്. ചെറുതായി അരിയണം ഇഞ്ചി. ഇങ്ങനെ ചെറുതായി കൊത്തി അരിഞ്ഞ ഇഞ്ചി. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം 5 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് വേപ്പില. ഇത് രണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക.
പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. എൻ്റെ ഈ പച്ചമുളക് അധികം എരിവില്ല, അത് കാരണമാണ് ഞാൻ 5 ചേർത്തത്. നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിൽ കുറക്കാം. പിന്നെ പച്ചമുളക് ഈ എണ്ണയിൽ കിടന്ന് നിന്ന് ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടും. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ച മസാല ചേർക്കണം. ഞാനിവിടെ ഒരു ബൗളിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയും 3 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ആഡ് ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർക്കുക. ഞാൻ പുളി കുതിർക്കാൻ വേണ്ടിയിട്ട് മുന്തിരി എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പുളിവെള്ളം മാത്രമാണ്. ഇപ്പം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ക്യൂബ് ശർക്കര ചേർക്കുക. അച്ചാർ നന്നായി തിളച്ചൊന്ന് കുറുകണം. ഞാനിവിടെ 1.5 അച്ച് ശർക്കരയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇക്കാക്ക് കൂടുതൽ മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. ഈ ഒരു അളവിൽ 2 അച്ച് ശർക്കര വരെ ചേർക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 അച്ച് വരെ ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കുക. ഇത് എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു അച്ചാറാണ്. പിന്നെ പുളി എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പുളിക്കനുസരിച്ച് വേണം ചേർക്കാൻ. ഞാനെടുത്ത പുളിയുടെ കണക്കാണ് പറഞ്ഞത്, അത് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. അത് കറക്റ്റായി പറയാൻ കഴിയില്ല, കാരണം പലരും യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള പുളിയായിരിക്കുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല മധുരമുള്ളതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇപ്പോൾ അച്ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുന്തിരി ചേർത്തിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ഉണക്കമുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരു ദിവസം ഇരുന്നാൽ കൂടുതൽ ടേസ്റ്റി ആവും. അപ്പോൾ ഈ ഇതിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.